എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചൂട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ദിവസേനയുള്ള വൈദ്യുതിയുടെ ഉപയോഗത്തിൽ ക്രമാതീതമായിട്ടുള്ള വർധനവുണ്ടെന്നാണ് KSEBിയുടെ ഭാഗത്തു നിന്ന് വരുന്ന അറിയിപ്പുകൾ. ദിവസേന നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേര സമയങ്ങളിൽ ലോഡിന്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കണം, അതായത് കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ പീക്ക് ലോഡ് സമയത്ത് നമ്മൾ ഓഫാക്കണം, അല്ലെങ്കിൽ അവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ഈ ലോഡ് വളരെ കൂടുമ്പോൾ നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന ഒരു അവസ്ഥ ഇപ്പൊ വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ചെറിയ ഉപകരണമാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു മിനി UPS ആണിത്. പവർ ബാങ്കിന്റെ ഒക്കെ വലിപ്പമുള്ള ചെറിയൊരു മിനി UPS ആണിത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ നമുക്കറിയാം ഇപ്പൊ എല്ലാ വീട്ടിലും വൈഫൈ ഉണ്ട്. അപ്പൊ വൈഫൈയുടെ മോഡം നമുക്കറിയാം, കറണ്ട് പോയി കഴിഞ്ഞാൽ മോഡത്തേക്ക് പവർ കിട്ടില്ല, നമുക്ക് നെറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ മൊബൈലിൽ പോലും നമുക്ക് വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് നെറ്റ് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ? അപ്പൊ ഇത്തരം ഘട്ടങ്ങളിൽ കറണ്ട് പോയി കഴിഞ്ഞാലും ഒരു 3-4 മണിക്കൂർ വരെയൊക്കെ നമ്മുടെ മോഡം വളരെ സുഗമമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഈ മിനി UPS. അപ്പൊ ഇതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മിനി UPS ആണ്. വളരെ ചെറിയ ഒരു പവർ ബാങ്കിന്റെ വലിപ്പമുള്ള ഒരു UPS ആണിത്. നമുക്ക് ഏകദേശം ഒരു 3 മുതൽ 4 മണിക്കൂർ വരെയൊക്കെ നമ്മുടെ മോഡം, വൈഫൈ മോഡം, അതേപോലെ തന്നെ CCTV ക്യാമറകൾ, ഇതിനൊക്കെ ഉപയോഗിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ഉപകരണമാണിത്. ഈ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു കാറ്റലോഗ് ഉണ്ട്, ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ഇതാണ് നമ്മുടെ മിനി UPS. അപ്പൊ ഇതിൽ ഒരു വയറുണ്ട് അല്ലേ? ഈ വയറ് നമ്മൾ നമ്മുടെ വൈഫൈ മോഡത്തിലേക്ക് കണക്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ മോഡത്തിലേക്ക് നമ്മൾ നിലവിൽ ഒരു അഡാപ്റ്റർ വഴി കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മുടെ പവർ സപ്ലൈയിൽ നിന്ന്. ആ പവർ സപ്ലൈയിൽ നിന്ന് അഡാപ്റ്റർ വഴിയുള്ള ആ ഒരു പിന്ന് നമ്മൾ ഇവിടേക്കാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മുടെ മോഡത്തിലേക്കും കൊടുക്കാം. ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ വൈഫൈ മോഡം കൃത്യമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കറണ്ട് പോയി കഴിഞ്ഞാലും അതൊരു 3 മുതൽ 4 മണിക്കൂർ വരെയൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മുടെ മോഡം വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ചെറിയ മിനി UPSന്റെ നിർമ്മാണ രീതി നമ്മൾ മുന്നേ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ 2500 mAhന്റെ 3 ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ലിഥിയം അയൺ ബാറ്ററിയാണ്. 3.7 വോൾട്ടിന്റെ 3 ബാറ്ററിയാണ്. അപ്പൊ ഈ 3 ബാറ്ററി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു 11 വോൾട്ട് ആണ് കിട്ടുക സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ ഇതിൽ കറക്റ്റ് 12 വോൾട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്ക് ബൂസ്റ്റർ കൂടി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ കട്ട് ഓഫിനുള്ള BMS ബോർഡ് കൂടി ഇതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും സേഫ് ആയിട്ടുള്ള, അതായത് ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ബാറ്ററിയിലെ സപ്ലൈ കട്ട് ഓഫും, അതായത് ബാറ്ററി ലൈഫ് നമുക്ക് കൂട്ടാൻ പറ്റുന്നതാണ്. ഇതിന്റെ വില വളരെ ചെറിയൊരു തുക മാത്രമേ ഉള്ളൂ. ഒരു പവർ ബാങ്കിന്റെ വില മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുക്കാം. ആവശ്യക്കാർ വാട്സപ്പിൽ ബന്ധപ്പെടുക. അവർക്ക് ഇത് നമ്മൾ കൊറിയറിലായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. വൈഫൈ മിനി UPS എങ്ങനെയാണ് മോഡത്തിലേക്ക് കണക്ട് ചെയ്യാന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. നോക്കൂ, നമ്മുടെ ഈ മിനി UPSന്റെ ഒരു പിന്നുണ്ടല്ലോ, ഈ പിന്ന് നമ്മൾ നമ്മുടെ മോഡത്തിലേക്ക് കണക്ട് ചെയ്യുക. മോഡത്തിൽ സപ്ലൈ കൊടുക്കുന്ന ഭാഗത്തേക്ക് കണക്ട് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മോഡത്തിലേക്ക് ഉണ്ടായിരുന്ന അഡാപ്റ്റർ ഉണ്ട്, ആ അഡാപ്റ്ററിൻ്റെ വയറാണിത്. ഈ വയറ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വൈഫൈ മോഡത്തിൻ്റെ ഇൻപുട്ട് ഇവിടെ കാണാം, ഇൻ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. ഇവിടേക്ക് നമ്മൾ നമ്മുടെ ചാർജറിൻ്റെ, അതായത് നിലവിൽ ഉപയോഗിക്കുന്ന അഡാപ്റ്റർ, ഈ അഡാപ്റ്ററിൻ്റെ പിന്നാണിത്, കണ്ടോ? അത് നമ്മൾ ഇതിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാർജറിൽ നിന്ന്, നമ്മുടെ അഡാപ്റ്ററിൽ നിന്ന് വരുന്ന വയറ് ഞാൻ നേരെ ആ വയറ് നേരെ ഞാൻ നമ്മുടെ വൈഫിൻ്റെ മിനി UPSന്റെ ഇൻപുട്ട്, ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇൻ എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ ഔട്ട്പുട്ടിൽ ആ പിന്നിൽ നിന്ന് നമ്മൾ നമ്മുടെ മോഡത്തേക്കും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഈ സ്വിച്ച് ഓൺ ചെയ്യുക. ഇപ്പോൾ നോക്കൂ, നമ്മുടെ മോഡത്തിലേക്ക് സപ്ലൈ വന്നു. നമ്മുടെ മോഡം ഇവിടെ വർക്കിംഗ് ആണ്. ഇനി നോക്കൂ, ഞാനിവിടെ നമ്മുടെ സപ്ലൈ ഓഫ് ചെയ്യാൻ പോവുകയാണ്. സപ്ലൈ ഓഫ് ചെയ്യുമ്പോൾ മോഡം വർക്ക് ചെയ്യുന്നോ നോക്കാം. അപ്പോൾ ഇൻവെർട്ടർ ഒന്നും ഇല്ലാത്ത വീടുകളിലാണെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്.
അപ്പോൾ അത് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും